മോർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകിട്ട് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ വട സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടോ. ചിക്കൻ ഞാൻ എന്താ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. ഇത് നമുക്ക് ഇടിക്കുന്ന കല്ലിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അതാ കല്ലിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ചെടുക്കാം. ഇത് ചതച്ച് തന്നെ നമ്മൾ എടുക്കണം. ജാറിലിട്ട് നമ്മൾ ചതച്ച ശരിയാകത്തില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ചതഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാ പീസും ഒന്നിങ്ങനെ ചതച്ചെടുക്കാം. നമ്മൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതൊരു 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത് ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്കിതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത് ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇതിലോട്ട് ഇട്ട്, നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ മസാലയ്ക്കകത്ത്. അപ്പോൾ ആ തക്കാളിയുടെ ആ വെള്ളത്തിൽ, തക്കാളി വാടി വരുന്ന ആ വെള്ളത്തിൽ ഒന്ന് ഇത് നല്ലപോലെ ഒന്നും കൂടി ആ മസാലയൊക്കെ പിടിച്ചൊരു കുഴമ്പ് രൂപമായിട്ട് വരണം. അപ്പോൾ നമുക്കിനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് കേട്ടോ. ഈ തക്കാളിയുടെ ഇതും കൂടി രണ്ടും കൂടി നല്ലപോലെ ഒന്നും കൂടി വാടി വരട്ടെ. 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് അടിച്ച് വെച്ച് ചിക്കനും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ ഇങ്ങനെ ചതച്ച് വെച്ചേക്കുന്ന കാരണം അതൊന്ന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടി ഒറ്റ ഇതായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തുവെന്നേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് 1 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അപ്പം ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കുഴച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അത് 10 മിനിറ്റ് ഇരിക്കട്ടെ. കുറച്ച് എണ്ണയും കൂടി അതിലോട്ട് തേച്ച് കൊടുക്കാം. ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്ത് അമ്പുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് നേരത്തേക്ക് ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ
ഇതേപോലെ ബോളാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൊടിയിൽ മുക്കിയെടുക്കാം. വെച്ച് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി വലുതാക്കണ്ട. ഇത്ര വട്ടമൊക്കെ മതിയാകും. ഇത് നമുക്ക് അങ്ങോട്ടൊരു പാത്രം വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ട് കീറിയെടുക്കാം. എന്നിട്ട് ഈ ഒരു അളവിൽ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്കിതേ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ അരികൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് സൈഡും ഒരുമിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് നടുക്കോട്ടാക്കിയിട്ട് ഈ രണ്ട് സൈഡും കൂടി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം ഇതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the അങ്ങനെ എല്ലാം പരത്തി ആ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് എത്ര ഉണ്ടെന്ന് എണ്ണിയില്ലായിരുന്നു. അപ്പോൾ ഇത് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് വേഗം വറുത്തെടുക്കാം. ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തായാലും റെഡിയാകും. അപ്പോൾ ഫസ്റ്റത്തെ ഇത് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതെടുക്കാം. ചൂനെ കൊണ്ട് ഭയങ്കര കഷ്ടം. നമുക്കിതേപോലെ തന്നെ അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ സ്നാക്സ് ഞാൻ ഉണ്ടാക്കിയതേ കണ്ടുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അച്ചൂസിന്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് വേണ്ടി ഒരെണ്ണം അച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അറിയാതെ ടേസ്റ്റ് ചെയ്ത് കഴിച്ചങ്ങ് പോയി. പിന്നെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അച്ചൂസിന് അത് വന്നപ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുത്താണ്. അച്ചുവിന് ഭയങ്കരമായിട്ടും സന്തോഷമായി. സ്നാക്സ് ഉണ്ടാക്കി വെച്ചത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ടും സന്തോഷമായി. എന്ന് വെച്ചാൽ ഞാനത് ഉണ്ടാക്കി കൊടുക്കാൻ 2 ദിവസം കൊണ്ട് അച്ഛനോട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അച്ചൂസ് ഹാപ്പിയാണ്. അപ്പോൾ ഞാനും ഹാപ്പിയാണ്. അച്ചുവിന് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കി കൊടുത്ത പലഹാരം. പിന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് കൈവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കമൻറ്റിലൂടെ ചോദിച്ചായിരുന്നു എന്ത് പറ്റി, എങ്ങനെയുണ്ട് എന്നൊക്കെ, മാറിയോ എന്നൊക്കെ. കൈവേദന ഇപ്പോൾ കുറവുണ്ട്, എന്നാലും വേദനയുണ്ട്, തീർത്തങ്ങ് മാറിയിട്ടില്ല. പിന്നെ നമുക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാവരുടെ കൂടെ നടക്കുകയും അങ്ങനെ അവനെ എടുക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ എന്തായാലും കുറവുണ്ട്, എന്നാലും ഇടയ്ക്ക് നല്ല കൈവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കമൻറ്റിലൂടെ എനിക്ക് പറയാൻ പറ്റിയില്ലായിരുന്നു. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി ഇങ്ങനെ നമുക്കൊരു വയ്യാന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചില്ല. അതപ്പോൾ എനിക്ക് ഭയങ്കരധികം സന്തോഷം തോന്നി. അപ്പോൾ ചോദിച്ചവരോട് എല്ലാവരോടും താങ്ക്സ് പറയുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഇനിയും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊരു ഹാപ്പിയാണല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരും എല്ലാവർക്കും ബൈ.